നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ഗലാത്യർ 3:24. ശിശുപാലകൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഗുരു എന്നാണ്. ന്യായപ്രമാണം ഗുരു ആയിരുന്നില്ല. യഥാർത്ഥ ഗുരു യേശുക്രിസ്തുവാണ്. ആ ഗുരുവിലേക്ക് എത്തുവാൻ സഹായിക്കുന്ന സഹായി മാത്രമായിരുന്നു ന്യായപ്രമാണം. അതെ, അന്ധകാരത്തിൽ നിന്നും സുവിശേഷത്തിലേക്ക് എത്തുവാനുള്ള സഹായിയായിരുന്നു ന്യായപ്രമാണം. വിശ്വാസം വരും മുമ്പേ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് യഹൂദനെയും നമ്മെയും ന്യായപ്രമാണത്തിന് കീഴ് അടച്ച് സൂക്ഷിച്ചതാണ്. അതുപോലെ മശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങളും യേശുക്രിസ്തുവാകുന്ന യഥാർത്ഥ ഗുരുവിലേക്ക് എത്തുവാൻ സഹായിക്കുന്ന സഹായികളാണ്. യഥാർത്ഥ ഗുരുവാകുന്ന യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വന്ന ശേഷമോ നാം ഇനിയും ന്യായപ്രമാണം എന്ന ശിശുപാലകൻ്റെ കീഴിലല്ല, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി തീർന്നിരിക്കുന്നു. ന്യായപ്രമാണം ഇനിയും പുറമേ പാലിക്കുകയല്ല, നമ്മുടെ ഉള്ളിലാക്കി ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു നമുക്ക് ദൈവമായും നാം അവന് ജനമായും ഇരിക്കണം. 1 കൊരിന്ത്യർ 13:9-14 വരെയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ശിശുവും പുരുഷനും തമ്മിലുള്ള വ്യത്യാസമാണ് ന്യായപ്രമാണം ശിശുപാലകനായിരുന്ന് സഹായിക്കുന്നതും പുരുഷനായ ശേഷം ശിശുവിലുണ്ടായിരുന്നത് പുരുഷൻ്റെ ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതും. എന്നാൽ യുഗാന്ത്യത്തിൽ ഇതിന് പൂർണ്ണത കൈവരും. ഇനി നമ്മിലാരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും കർത്താവിനെ അറിയും. നമ്മിൽ ഈ വചനം നിവൃത്തിയാകും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.